ഇന്ന് ഞാൻ ഷോപ്പിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്തി ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഷോപ്പിൽ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷൻ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഗുഡ് ഫ്രൈഡേക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. വൈറ്റും ബ്ലാക്കും, വൈറ്റ് നമുക്ക് എല്ലാം സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിരിക്കുന്ന കുറേ കളക്ഷൻസ് ഉണ്ടോ. ഇത് കണ്ടോ, നമുക്ക് ലിനൻ കോട്ടണിലുണ്ട്, മസ്ലിനിൽ, ഹക്കോബ, ഇതാണ് ഞാൻ വേറെ ധരിക്കുന്ന ഫാബ്രിക്. അതുപോലെ തന്നെ എംബ്രോയിഡറി സീക്വൻസും വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലേക്കാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ളതും എല്ലാം വന്നിട്ടുണ്ട്. ഇത്രയും അടിപൊളി കളക്ഷൻസ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വേറെ ധരിക്കുന്ന തന്നെ ഫസ്റ്റ് കാണാം. ഈ ഒരു ഹക്കോബ പാറ്റേണിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സ്റ്റൈൽ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇത് കുർത്തി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കുർത്തിയായിട്ട് ഇത് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ യോക്ക് കൊടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ കൂടെ വൈറ്റ് ചെറിയ എന്തെങ്കിലും കൊടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുർത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടത് ഹോൾസാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഹോളാണ്. ഹക്കോബ പാറ്റേൺ തന്നെയാണ് കോട്ടണിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക്, ത്രെഡിൻ്റെ എംബ്രോയിഡറി ഒക്കെ വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. അത് നമുക്ക് ഇതിനോട് കൂടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ യോക്ക് കൊടുത്തിരിക്കുന്ന പോലെ നമുക്ക് യോക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബോട്ടം ചെയ്യുമ്പോൾ ഇതിന് ചെറിയ കനം കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഇട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ നല്ല ഫാബ്രിക്കാണ് കേട്ടോ. ലിനൻ കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത്. നമുക്കിത് ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. പ്ലെയിൻ വേണ്ടുന്നവർക്ക് പ്ലെയിൻ എടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ 1/2 മീറ്റർ എടുത്തിട്ട് ഇതിന് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ റിവേഴ്സായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് ഇത് യോക്കായിട്ട് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പ്ലെയിൻ മെറ്റീരിയലിന് മീറ്റർ പ്രൈസ് വരുന്നത് 160 ആണ്. ഈ ഒരു ഹക്കോബ ഫാബ്രിക്കിന് മീറ്റർ പ്രൈസ് വരുന്നത് 295 ആണ്. 44 ഇഞ്ചസ് ആണ് എല്ലാത്തിൻ്റെയും വിട്ട് വരുന്നത്. സോ ഇത് വരുന്നു പ്ലെയിൻ. നെക്സ്റ്റ് നമുക്ക് മസ്ലിൻ ഫാബ്രിക് കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം ഒരു ലുക്കിൽ കിട്ടുന്നതാണ്. അതായത് നമുക്ക് പിന്നീടും ഗുഡ് ഫ്രൈഡേ തന്നെയല്ല, അല്ലാതെ നമുക്ക് ഒരു കാഷ്വലായിട്ടൊക്കെ ഇടാനും കുറച്ചുകൂടി ഒരു പ്രീമിയം ഫാബ്രിക് വേണം, സോഫ്റ്റ് ഫാബ്രിക് വേണം, കോട്ടൺ വേണ്ട എന്നുള്ളവർക്ക് ഇതെടുക്കാം. നല്ലൊരു സോഫ്റ്റ് മസ്ലിൻ ഫാബ്രിക്കാണ്, ഭയങ്കര പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിൽക്ക് ഫാബ്രിക്കാണ്. 385 ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. 44 ഇഞ്ചസ് വിട്ടു. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും പറയേണ്ടത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വീഡിയോ ആണ്. സോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ജാംദാനി വീവ്സ് പോലത്തെ ത്രെഡ് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. ഇത് നമുക്ക് റണ്ണിങ് വൈസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. 2.5 മീറ്റർ എടുത്തിട്ട്, ഇല്ലെങ്കിൽ 2 മീറ്റർ എടുത്തിട്ട് വിത്ത് വൈസും സ്റ്റിച്ച് ചെയ്യുക. ഇത് കണ്ടോ. അപ്പോൾ വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു യോക്ക് പോർഷൻ പോലെ കൊടുക്കേണ്ട വരും, എന്നാലാണ് ലെങ്ത്ത് കിട്ടുള്ളൂ. താഴെയായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റെയർ പാറ്റേൺ ആണ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ മെറ്റീരിയൽ വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ ബാക്കിൽ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഈ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ യോക്ക് കൊടുക്കുകയാണെങ്കിൽ യോക്കിനും ഇതെടുക്കാം. 160 ആണ് ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. ഈ ടോപ്പ് ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസും 295 ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. 2.5 എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റണ്ണിങ് വൈസായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. സോ ഇതാണ് അടുത്തത്. 44 ഇഞ്ചസ് ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ. അടുത്തത് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഒരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മുടെ ഒരു പ്രീമിയം ലുക്കാണ്. കാരണം നമ്മളെല്ലാം ഫാബ്രിക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റെയർ കളക്ഷനാണ് നമ്മൾ റണ്ണിങ്ങിൽ കൊണ്ടുവരാറുള്ളൂ. ഇതാണ് അടുത്തത് വന്നേക്കുന്നത്. ഇത് കണ്ടോ, എംബ്രോയിഡറി വർക്കിലേക്ക് ചെറുതായിട്ടൊന്ന് സീക്വൻസ്, ചെറുതല്ല, ഇത് കണ്ടോ, ആ ഒരു ഫ്ലവേഴ്സിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ വൈറ്റിന്, ആ എംബ്രോയിഡറിന് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുമല്ല, നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ആ ഒരു തിളക്കം ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് എടുക്കാതിരുന്നത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇത് 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. 315 315 പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് ബെയ്ജും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇത് എടുത്തപ്പോൾ ഇതും കൂടി വെച്ചു എന്നുള്ളൂ. ഈ ഒരു ബെയ്ജ് കളർ നമുക്ക് ഈസ്റ്റർ ടൈമിലേക്ക് ആവശ്യമുണ്ടല്ലോ, ആ ഒരു വീക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. ഇങ്ങനെ വരുന്നു. നല്ല രസമുള്ളൊരു ബെയ്ജാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചായിരുന്നു. നല്ല രസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു അതിൻ്റെ എംബ്രോയിഡറി. നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 315 ആണ് പെർ മീറ്റർ റേറ്റ്. അടുത്ത നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന റയോൺ ഫാബ്രിക്. നമുക്ക് ഈ റെഡിമെയ്ഡ് കുർത്തീസിലൊക്കെ നമ്മൾ കാണാറില്ലേ,
അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് 56 ഇഞ്ചസ് വിഡ്ത്തിൽ വരുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ കാഷ്വൽ കുർത്തീസും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലെയിൻ ആയിട്ട് എ ലൈനായിട്ടോ പ്ലെയിൻ ആയിട്ടൊക്കെ കാഷ്വൽ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന 56 ഇഞ്ചസ് വിഡ്ത്തിൽ വരുന്ന നല്ല കൂടിയ റയോൺ ഫാബ്രിക്കാണ്. നമുക്ക് വാഷ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 160 ആണ് പെർ മീറ്റർ റേറ്റ്. 56 ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലേക്ക് വന്നിരിക്കുന്നു. സോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. അടുത്തത് വീവ് കോട്ടൺ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവ് കോട്ടൺ, നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലേക്ക്. ഇത് കംപ്ലീറ്റ്ലി വീവാണ് വന്നിരിക്കുന്നത്. സ്ട്രൈപ്സ് പോലെ താഴോട്ട് വരും. ഇത് കണ്ടോ, ഇങ്ങനെ താഴോട്ട് സ്ട്രൈപ്സ് പോലെ നമ്മളൊരു ഇക്കത്ത് ആ ഒരു വീവിങ് മെറ്റീരിയൽ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഇരിക്കുന്ന നല്ല കൂടിയ കോട്ടൺ ഫാബ്രിക്കാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 230 ആണ്, 230 ആണ് വരുന്നത്. 44 ഇഞ്ചസ് വിഡ്ത്തിൻ്റെ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് അടുത്ത വ്യൂ വരുന്നത്, ഇത് വൈറ്റ് കളർ ബേസ് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് കണ്ടോ, ഭയങ്കര ക്യൂട്ട് മെറ്റീരിയലാണിത്. ഇങ്ങനെ വരുന്നു. അടുത്ത ഡിസൈൻ, ഇത് വൈറ്റ് ബേസ് വന്നിട്ട് ബ്ലാക്ക് വീവ്സ് വരുന്നത്. ഇത് രസമാണ് നോക്കി. ഇതിൻ്റെ ആ ഒരു കുഞ്ഞതായിട്ട് ചെറുതായിട്ടുള്ള നല്ലൊരു റെയർ പാറ്റേൺ ആണ്. ചെറുതായിട്ടുള്ളൊരു വീവാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇനി അതിൻ്റെ തന്നെ ബ്ലാക്ക്, ഇത് കണ്ടോ, അതിൻ്റെ തന്നെ ബ്ലാക്കാണ് ഇത് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇത് ഞാൻ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അടുത്തത്. ഭയങ്കര ക്യൂട്ട് ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. അടുത്ത ഡിസൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്, 230 പെർ മീറ്റർ. അടുത്ത അതിൻ്റെ വീവ് വന്നിരിക്കുന്ന ഇതാണ് കേട്ടോ. സ്ട്രൈപ്സ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഫ്ലോറൽ വീവ് കൊടുത്തിരിക്കുന്നു. നല്ല രസമുള്ള ജെറ്റ് ബ്ലാക്ക്. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ലുക്ക് ആയിരിക്കും കേട്ടോ. കാരണം ഒരു കോളറിനൊക്കെ കൊടുത്താൽ നല്ലൊരു ഫോർമൽ ലുക്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. 44 ഇഞ്ചസ് വിഡ്ത്ത്, 230 പെർ മീറ്റർ. അടുത്ത വീവ് ഇതാണ്. ഇത് കണ്ടോ, നെക്സ്റ്റ് എല്ലാം ക്യൂട്ടായിട്ടുള്ള വീവാണ് കേട്ടോ. ഞാൻ നോക്കി എടുത്തിരിക്കുന്നതാണ്. എല്ലാം നല്ല രസമുള്ള വീവുകളാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ടൈപ്പ് അല്ല, റെയർ കളക്ഷൻസ് ആണ്. ഇങ്ങനെ വരുന്നു അടുത്ത വീവ്. ഇതാണ് മെറ്റീരിയൽ. വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഇതിന് അത്ര ഭംഗിയില്ല. നമുക്ക് ഷോപ്പിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഇത് കട്ടായതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സിനോട് ഇത് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് വീണ്ടും ഇത് കൊണ്ടുപോകുന്നത്. നല്ല ഭംഗിയുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്കിലേക്ക് ഇത് ലൈനിങ് കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഈ അപ്പുറത്തുള്ള സൈഡിലെ വീവ് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇങ്ങനെ വരും. നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് എല്ലാം വന്നിരിക്കുന്നത്. 230 പെർ മീറ്റർ. കണ്ടോ, ഇത്രയും വീതി ഉണ്ട് കേട്ടോ. 44 ഇഞ്ചസ് ആണ് വീതി. ഇത് 2 ഫോൾഡിങ്ങിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. സോ ഇങ്ങനെ വരുന്നു അടുത്ത മെറ്റീരിയൽ. അപ്പോൾ ഇതെല്ലാം ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്ത് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം ചാറ്റ് ബോക്സിൽ നിന്ന് പോവാം കേട്ടോ. നാളെ രാവിലെ പേയ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും പ്രോഡക്റ്റ് തീരും. അതുകൊണ്ടാണ്. റണ്ണിങ് ആകുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല. കൂടുതലായിട്ടും സൽവാർ സെറ്റ്സിൻ്റെ വീഡിയോയ്ക്ക് മാക്സിമം നിങ്ങൾ അപ്പോൾ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ചാറ്റ് ബോക്സിൽ നിന്ന് പോവുക. കാരണം പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.